കോവിഡിന്റെ രണ്ടാം വരവിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാനായി നമ്മുടെ ഡോക്ടർമാരും ആരോഗ്യ മേഖലയുമൊക്കെ അഹോരാത്രം പ്രയത്നത്തിലാണ്. രാപ്പകലില്ലാതെ നമ്മുടെ ആരോഗ്യ വകുപ്പ് കോവിഡിനെ തടയാൻ ശ്രമിക്കുമ്പോഴും കണക്കുകൂട്ടലുകൾ പോലും തെറ്റിച്ച രാജ്യത്ത് കോവിഡ് മരണങ്ങൾ കുതിച്ചുയരുകയാണ്. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ടവർ നമുക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കോവിഡിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട്. എന്നാൽ മറുപുറത്താകട്ടെ കോവിഡിനെ ഓടിക്കാനെന്ന പേരിൽ വിഡ്ഢിത്വങ്ങൾ ചെയ്തു കൂട്ടുന്ന BJP നേതാക്കളും BJP അണികളും മറ്റൊരു ഭാഗത്ത് ഗോ കൊറോണ എന്ന് പറഞ്ഞ കോവിഡിനെ ഓടിക്കാൻ ശ്രമിച്ചത് ഒരു കേന്ദ്രമന്ത്രിയാണ്. കോവിഡിനെ തുരത്താൻ പാത്രം കൊട്ടാൻ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഇത്തരത്തിൽ വളരെ ഗുരുതരമായി ഒരു വിഭാഗം കോവിഡിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ BJP നേതാക്കളും അണികളും ബുദ്ധിക്ക് ഗോചരിക്കാത്ത പ്രവർത്തനത്തിനായി ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പോഴിതാ അത്തരത്തിലൊരു വിചിത്ര വാർത്ത കൂടി പുറത്തു വരികയാണ്. കോവിഡ് മാറാൻ വൃദ്ധയായ രോഗിയുടെ വായിലേക്ക് കന്നുകാലിയുടെ മൂത്രം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഗുജറാത്തിലെ ഒരു BJP നേതാവ്. BJP സൂറത്ത് ജനറൽ സെക്രട്ടറി കിഷോർ ഭായ് ബണ്ടാലാണ് വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗിയുടെ വായിലേക്ക് കന്നുകാലി മൂത്രം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ വീഡിയോ ബിണ്ടാൽ തന്നെ തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. BJP പ്രവർത്തകർ കോവിഡ് രോഗികളെ സഹായിക്കുന്നു എന്നാണ് വീഡിയോയ്ക്ക് BJP നേതാവ് തന്നെ നൽകിയ തലക്കെട്ട്. അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിക്ക് മാരകമായ യൂറിയ അടങ്ങിയ കന്നുകാലി മൂത്രം കുടിപ്പിക്കുന്നത് വലിയ പ്രശ്നം സൃഷ്ടിക്കുകയും മരണത്തിലേക്ക് തന്നെ നയിക്കുമെന്നിരിക്കെയാണ് BJP നേതാവിന്റെ ഈ കൊറോണയെ തുരത്താൻ വേണ്ടിയുള്ള കന്നുകാലി മൂത്രം കുടിപ്പിക്കൽ. BJPയുടെ നടപടിക്കെതിരെയും ഇതിന് ആശുപത്രി അധികൃതർ അനുമതി നൽകിയതിനുമെതിരെ വലിയ വിമർശനമാണ് ഇതോടെ ഉയർന്നു വന്നിരിക്കുന്നത്. അതേസമയം ഗുജറാത്തിൽ ദിനംപ്രതി കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുകയാണ്. ശ്മശാനങ്ങളിൽ പോലും കോവിഡ് രോഗികളുടെ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൂട്ടത്തോടെ ശ്മശാനങ്ങളിൽ മൃതദേഹം കത്തിക്കേണ്ട അവസ്ഥയാണ് ഗുജറാത്തിലുള്ളത്. ആശുപത്രികളിൽ നിറഞ്ഞു കവിഞ്ഞ രോഗികൾ കിടക്കകളില്ലാതെ തറയിലും മുറ്റത്തും റോഡിലുമൊക്കെ കിടക്കുന്ന വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഓക്സിജൻ ക്ഷാമം മൂലം രോഗികൾ മരിച്ചു വീഴുമ്പോൾ ജീവൻ നിലനിർത്താൻ ആവശ്യമായ മാർഗങ്ങളൊന്നും സ്വീകരിക്കാത്ത BJP സർക്കാർ ഇത്തരത്തിൽ മൂത്രം കുടിപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് BJP കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതുവരെ ഗുജറാത്തിൽ 4 ലക്ഷത്തിലധികം പേർക്കാണ് കോവിഡ് ബാധിച്ചത്. ഇതിൽ 5000-ൽ പരം ആൾക്കാർ ഗുജറാത്തിൽ കോവിഡ് മൂലം മരിച്ചിട്ടുണ്ട്. ഈ ഒരവസ്ഥയിലാണ് BJP നേതാവിന്റെ ഈ മൂത്രം കുടിപ്പിക്കൽ പ്രക്രിയ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.